സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. രാവിലെ പവന് 2400 രൂപ ഒറ്റയടിക്ക് കൂടിയെങ്കിലും ഉച്ചയോടെ 1200 രൂപ കുറഞ്ഞു. ഇപ്പോൾ പവന്റെ വില 93,160 രൂപയാണ്. പവന് 2400 രൂപയാണ് ഇന്ന് രാവിലെ ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ ഒരു പവന്റെ വില 94,360 രൂപയിലെത്തി. ഗ്രാമിന് 300 രൂപ കൂടി 11,795 രൂപയായി. എന്നാൽ ഉച്ചയോടെ വില 1200 രൂപ കുറഞ്ഞു. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടമാണ് കേരളത്തിലും പ്രതിഫലിച്ചതെന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഹെഡ് അസിസ്റ്റന്റ് ജസീം അലി പറഞ്ഞു. ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരുപാട് വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ റേറ്റ് വല്ലാതെ കൂടുന്നതിൻ്റെ പ്രശ്നം. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ US ചൈന ട്രേഡ് വാറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു രീതിയിൽ ഇപ്പോൾ വലിയൊരു കടുംപിടുത്താണ് നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ ഇന്ത്യൻ മാർക്കറ്റിലും കാണുന്നത്. സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ $1,600 വില വർധനവാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ടും സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉള്ളതായി അബ്ദുൽ നാസർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ $1,600 വില വർധനവാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിലയിലും വലിയ കുതിപ്പ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 7,120 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഇന്ന് ഏതാണ്ട് 66% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് കുതിപ്പ് തുടരുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് വരുന്നത്. ഒരു പവൻ സ്വർണത്തിന് പണിക്കൂലി സഹിതം 1 ലക്ഷം രൂപയിലധികം മുടക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ. കൊച്ചി, കോഴിക്കോട് ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.